പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് IPM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ 1900 നേരത്തെ പറഞ്ഞ രത്തൻ ടാറ്റിനെ പോലുള്ള മനുഷ്യർ ഹോസ്പീസുകൾ നമ്മുടെ ഗുജറാത്തിൽ മുംബൈയിലൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇതുപോലുള്ള വിശാലമായ രീതിയിലുള്ള പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്ന് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊരു സ്ഥാപനം വന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയുകയാണെങ്കിൽ ഈ ഭൂമി 9 ഏക്കർ ഭൂമിയിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. ഈ കെട്ടിടം ഉണ്ടാക്കി തന്നത് ബ്രിട്ടനിലെ ഒരു ചാരിറ്റിയാണ്. ചാരിറ്റി ആളുകളുണ്ടാവും, അത് ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ 40 സ്റ്റാഫ്, ഡോക്ടേഴ്സ്, നഴ്സസ്, അതേപോലെ ഡ്രൈവർ, ഓഫീസർ സ്റ്റാഫ്, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ക്ലീനിങ് വർക്കേഴ്സ്, അതേപോലെ ഇത്രയും ജോലിക്കാർ 40 പേരുണ്ട്. ഞങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ ഒരുപാട് വളണ്ടിയേഴ്സ്. ഞാൻ 13 വർഷം ഇവിടുത്തെ വളണ്ടിയറാണ്. എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്? ചെയ്യുന്നത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു വൃദ്ധനായിട്ട് കാണാമല്ലേ? ആദ്യം നരച്ച്, മുതുകൽ നരച്ച്, എല്ലാവരും മനുഷ്യരാണ് തന്നെയാണ്. ലോകത്താകുന്നത് 800 കോടി ജനതയുടെ പ്രമുഖர்கள். അവരെല്ലാവരും ഇങ്ങനെയാണ്, ഈ ഒരു കൂടി. അല്ലെങ്കിൽ എൻ്റെ നിലക്ക് നമുക്ക് അസുഖം പിടിക്കും. ഏതെങ്കിലും മാറാത്ത രോഗം പിടിപെടാൻ ഏറെ സാധ്യത കിട്ടുമ്പോൾ കാരണം രോഗങ്ങളെക്കുറിച്ച് അത്ര പറയുന്ന സമയമില്ലാത്തത് ഞാൻ ഇപ്പത്ത് ഉണ്ടാവില്ല. കുറച്ച് മാറാത്ത രോഗം പിടിപെടുന്നവർക്കൊക്കെ ആർക്കെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത്. അതേപോലെ ഇന്നലത്തെ ചാലഞ്ച് എന്നൊരു വിഭാഗം അതായത് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അപാകത വന്ന മനുഷ്യർ അവർക്ക്